കൊയിലാണ്ടി തോരായി കടവിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീം ചെരിഞ്ഞു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായി പറയുന്നത്. ബീമിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നതാണ് കരുതുന്നത്. ഷഹീദ്, ബീമിനുള്ളിൽ ആരും കുടുങ്ങിയില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ? കൂടുതൽ തിരച്ചിലുണ്ടോ? എങ്ങനെയാണ് ഇത് തകർന്നത്? രതീഷ്, കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്, തോരായിക്കടവ് പാലമാണ്. അതൊരു വർഷത്തോളമായി അതിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നു വരികയാണ്. അതിനിടെയാണ് ഇപ്പോൾ പാലത്തിന്റെ ഒരു കോൺക്രീറ്റിന്റെ ഒരു മധ്യഭാഗത്തുള്ള ബീം തകർന്ന് വീണത്. ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തൊഴിലാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ആർക്കും അപായം ഉണ്ടായിട്ടില്ല, കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലനാരിയേക്കാണ് നിർമ്മാണ തൊഴിലാളികൾ രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PMR കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നത് പാലം വേണമെന്നുള്ള കാര്യം. നിർമ്മാണത്തിലെ അപാകതയാണ് ഇങ്ങനെ ബീം തകരാനുണ്ടായ കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പാലം നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഏതായാലും അവിടെ സർക്കാർ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീമാണ് തകർന്നു വീണിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് ആ വിവരങ്ങൾ നൽകിയത്. ബീമിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആരും കുടുങ്ങിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം.